ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, താൻ എന്നോട് ഉത്തരമരുളി. എൻ്റെ സർവ്വ ഞെരുക്കങ്ങളിൽ നിന്നും താൻ എന്നെ രക്ഷിച്ചു. 34-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം. സങ്കീർത്തകൻ തൻ്റെ അനുഭവ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പകർത്താവുന്ന അതിശ്രേഷ്ഠമായ മാതൃക. ഞാൻ എൻ്റെ ഞെരുക്കകാലങ്ങളിൽ കർത്താവിനോട് അപേക്ഷിച്ചു. എൻ്റെ ഞെരുക്കകാലങ്ങളിൽ ഞാൻ നിരാശപ്പെട്ടില്ല. ഞെരുക്കകാലങ്ങളിൽ ഞാൻ സ്വയം കൊല്ലാൻ ശ്രമിച്ചില്ല. ഞെരുക്കകാലങ്ങളിൽ ഞാൻ അപമാന ഭാരമോർത്ത് ഒളിച്ചോടി മറ്റൊരിടത്തേക്കും പോയില്ല. ഞെരുക്കകാലങ്ങളിൽ ഞാൻ എൻ്റെ കർത്താവിനോട് അപേക്ഷിച്ചു. ഉറപ്പായിട്ടും അവൻ എനിക്ക് ഉത്തരമരുളി. ഉത്തരമരുളിയത് എങ്ങനെയെന്നാൽ, എൻ്റെ സർവ്വ ഞെരുക്കങ്ങളിൽ നിന്നും താൻ എന്നെ രക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. ഇപ്പോൾ ഞാൻ ആശ്വാസം അനുഭവിക്കുന്നവനാണ്. ഇപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിലും വളരെയധികം ആനന്ദം അനുഭവിക്കുന്ന, സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് കാരണം ഞെരുക്കകാലങ്ങളിൽ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നുള്ളതാണ്. ഇന്ന് ആ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരെ, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നവരെ കർത്താവിനോട് അപേക്ഷിക്കുക. നിശ്ചയമായും അവൻ ഉത്തരമരുളും. സകല ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയച്ചൻ.